ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ക്യൂട്ടും സ്ട്രേഞ്ചുമായ ഒരു എക്സോട്ടിക് പെറ്റിനെ കുറിച്ചാണ്. ക്രസ്റ്റഡ് ഗീക്കോ. ചെറുതും വളരെ ഭംഗിയുള്ളതുമായ ലിസാർഡ് സ്പീഷീസ് ആണ് ക്രസ്റ്റഡ് ഗീക്കോ. ആർബോറൽ, അതായത് മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളാണ് ക്രസ്റ്റഡ് ഗീക്കോസ്. ഇവ രാത്രി കാലങ്ങളിലാണ് കൂടുതലും ആക്റ്റീവായി കാണപ്പെടുന്നത്. കോറിലോഫസ് സിലിയാറ്റസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. കാലിഡോണിയയാണ് ഇവയുടെ ജന്മദേശം. സൗത്ത് പസഫിക് ഓഷ്യനിലുള്ള ഒരു ചെറിയ ദ്വീപാണിത്. 1994 വരെ ക്രസ്റ്റഡ് ഗീക്കോ നശിച്ചു എന്ന് കരുതിയ ഒരു ഇനമായിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും വൈൽഡിൽ കണ്ടെത്തിയതോടെ ഇന്ന് എക്സോട്ടിക് പെറ്റ് ലവേഴ്സിനിടയിൽ ഇവ പ്രിയപ്പെട്ട ലിസാർഡായി മാറി. ക്രസ്റ്റഡ് ഗീക്കോസിൻ്റെ മോസ്റ്റ് സ്പെഷ്യൽ ഫീച്ചറാണ് അതിൻ്റെ കണ്ണിന് മുകളിലുള്ള ഐലാഷ് ലൈക്ക് ഫ്രിഞ്ചസ്. ഈ സോഫ്റ്റ് സ്കിൻ പ്രൊജക്ഷൻസ് ഐലാഷസ് പോലെ തോന്നിക്കുന്നതിനാൽ ഇവയെ ഐലാഷ് ഗീക്കോ എന്നും വിളിക്കപ്പെടുന്നു. ഇത് ഇവയുടെ മുഖത്തിന് ഭംഗിയും ക്യൂട്ട്നെസ്സും നൽകുന്നു. ഇവയുടെ ടെയിലാണ് മറ്റൊരു പ്രത്യേകത. ഇവയുടെ വാൽ ക്ലൈംബിങ്ങിനായി യൂസ് ചെയ്യും. ഇവയുടെ വാൾ വളരെ സ്ട്രോങ്ങും ഫ്ലെക്സിബിളുമാണ്. ഇവയ്ക്ക് വലിയ ഉരുണ്ട കണ്ണുകളാണ്. കണ്ണിൽ വേർട്ടിക്കൽ സ്ലിറ്റ് പിപ്പിൾസ് ഉണ്ട്. ഇത് ലോ ലൈറ്റ് കണ്ടീഷനിലും ഇവയ്ക്ക് നല്ല കാഴ്ച നൽകാൻ സഹായിക്കും. ഇവയ്ക്ക് ഐലിഡ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ കണ്ണ് ക്ലോസ് ചെയ്യാൻ ഇവയ്ക്കാവില്ല. ഇവയുടെ സ്കിൻ വളരെ സോഫ്റ്റാണ്. ഒരു വെൽവെറ്റി ഫീൽ നൽകും. ജെന്റിൽ ടച്ച് പോലും ഇവയ്ക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഓറഞ്ച്, റെഡ്, യെല്ലോ, ബ്രൗൺ, ക്രീം തുടങ്ങിയ ഒരുപാട് നിറങ്ങളിൽ ക്രസ്റ്റഡ് ഗീക്കോസ് അവൈലബിൾ ആണ്. ഇവയുടെ ജനറ്റിക് കളർ വേരിയേഷൻസിനെ മോഫ് എന്നാണ് വിളിക്കുന്നത്. ഓരോ മോഫിനും വ്യത്യസ്ത കളർ പാറ്റേണും വിലയുമാണ്. ക്രസ്റ്റഡ് ഗീക്കോ രാത്രികാലങ്ങളിലാണ് കൂടുതലും ആക്റ്റീവായി കാണപ്പെടുന്നത്. രാവിലെ ഇവ കുറച്ച് പാസീവ് ആയിരിക്കും. കാടുകളിൽ മരങ്ങളിലാണ് ഇവയുടെ താമസം. അതിനാൽ തന്നെ ടെറാറിയം സെറ്റപ്പിൽ ഇവയ്ക്ക് ക്ലൈംബിങ്ങിനായി നിറയെ ബ്രാഞ്ചസ്, വൈൻസ് എന്നിവ വേണം. വളരെ ശാന്ത സ്വഭാവക്കാരാണിവർ. ബൈറ്റിംഗ് ടെൻഡൻസി, അതായത് കടിക്കുന്ന സ്വഭാവം ഇവ കാണിക്കാറില്ല. വളരെ കുറവായി മാത്രമേ ഇവ അഗ്രഷൻ കാണിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവ തികച്ചും ബിഗിനർ ഫ്രണ്ട്ലി ആനിമലാണ്.
പക്ഷേ ഇവ പേടിക്കുകയോ സ്ട്രെസ്ഡ് ആയിരിക്കുകയോ ചെയ്താൽ ടെയിൽ ഡ്രോപ്പ്, അതായത് വാല് മുറിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇവരുടെ നാച്ചുറൽ മെക്കാനിസമാണ്. പക്ഷേ സാധാരണ പല്ലികളെ പോലെ ടെയിൽ ഒരു തവണ ഡ്രോപ്പ് ചെയ്താൽ പിന്നീട് അവ വീണ്ടും വളരില്ല. സോ ഇവ സ്ട്രെസ്ഡ് ആവാൻ ഇടവരരുത്. ഇവയെ ഹാൻഡിൽ ചെയ്യാൻ ഈസി ആണെങ്കിലും സ്ലോ ആൻഡ് ജെന്റിലായിരിക്കണം. സഡൻ മൂവ്മെൻറ്റ്സ്, ലൗഡ് സൗണ്ട്സ് എന്നിവ അവോയ്ഡ് ചെയ്യണം. ഇത് ഗീക്കോയെ സ്ട്രെസ് ഫ്രീ ആയിരിക്കാൻ സഹായിക്കും. ഇവയെ വളർത്താനായി ഇടമൊരുക്കുമ്പോൾ ഒരു വേർട്ടിക്കൽ ടെറാറിയമാണ് ബെസ്റ്റ്. കാരണം ഇവ അർബോറലാണ്. അതിനാൽ ഇവ ക്ലൈംബിംഗ് വളരെയധികം ഇഷ്ടപ്പെടുന്നു. ടെറാറിയത്തിലെ ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ സെറ്റ് ചെയ്യാം. ഓവർ ഹീറ്റ് അല്ലെങ്കിൽ കോൾഡ് ആവാതിരിക്കാനായി ശ്രദ്ധിക്കണം. %60 മുതൽ 80% വരെ ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഡെയിലി വാട്ടർ മിസ്റ്റിംഗ് അല്ലെങ്കിൽ വാട്ടർ സ്പ്രേ ചെയ്യുന്നത് ഹ്യൂമിഡിറ്റി സ്റ്റേബിൾ ആകാൻ സഹായിക്കും. കോക്കനട്ട് ഫൈബർ, സ്പാഗ്നം മോസ് അല്ലെങ്കിൽ ഈക്കോ എർത്ത് പോലുള്ള മെറ്റീരിയൽസ് കൂടുകളിൽ വിരിക്കാം. ഇവ നനവ് നിലനിർത്താൻ സഹായിക്കും. കൂടാതെ ഗീക്കോകൾക്ക് കുഴികളുണ്ടാക്കാൻ എളുപ്പവും സുരക്ഷിതവുമാണ്. ക്രസ്റ്റഡ് ഗീക്കോസ് ഒംനിവോഴ്സ് ആണ്. അതായത് ഇവ പ്ലാന്റ് ബേസ്ഡ് ഫുഡും ആനിമൽ ബേസ്ഡ് ഫുഡും കഴിക്കും. സ്പെഷ്യലി പ്രിപ്പേർഡ് ഗീക്കോ ഡയറ്റ് പൗഡർ ഫോമിൽ കിട്ടും. ഇത് വാട്ടറിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇവയ്ക്ക് ആവശ്യമായ വിറ്റമിനുകളും ന്യൂട്രിയൻസും നൽകും. ഇവയിൽ കാൽഷ്യം പൗഡർ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇവയുടെ ബോൺ ഹെൽത്തിന് നല്ലതാണ്. ഇവയ്ക്ക് ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 തവണ മാത്രം ഭക്ഷണം നൽകിയാൽ മതിയാവും. ഡെയിലി ഭക്ഷണം ആവശ്യമില്ല. ഓവർ ഫീഡിങ്ങും പാടില്ല.
കൂടാതെ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനായി ഇവയ്ക്ക് എന്നും ഫ്രഷ് വാട്ടർ ലഭ്യമാക്കണം. ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്താൽ ഇവ ഹെൽത്തിയായി വളരും. ക്രസ്റ്റഡ് ഗീക്കോസ് ഒരു ബിഗിനർ ഫ്രണ്ട്ലി പെറ്റാണ്. എന്നാലും ഇവയുടെ കെയർ ആൻഡ് ഹാൻഡിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവയെ മെല്ലെ മെല്ലെ ഹാൻഡ്ലിംഗ് ചെയ്യണം. ഇവർ നിങ്ങളുടെ കയ്യിൽ സേഫ് ആണെന്ന് ഇവർക്ക് തോന്നണം. ഇവയെ കഠിനമായി പിടിക്കരുത്. ഇത് ഇവയ്ക്ക് സ്ട്രെസ്സും ഇഞ്ചുറിയും ഉണ്ടാക്കും. അതുമൂലം ടെയിൽ ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഹ്യൂമിഡിറ്റി ലെവൽ ശരിയായിരിക്കണം. ഇല്ലെങ്കിൽ ഷെഡിംഗ് ടൈമിൽ ഇവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ക്രസ്റ്റഡ് ഗീക്കോസിൻ്റെ ബ്രീഡിംഗ് ക്യാപ്റ്റിവിറ്റിയിൽ സാധ്യമാണ്. എസ്പെഷ്യലി ഇവരുടെ പ്രോപ്പർ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ബ്രീഡിങ്ങിൽ വലിയ തടസ്സമൊന്നും ഉണ്ടാവുകയില്ല. ഒരു ഫീമെയിൽ ഒരു സമയം 2 മുട്ട മാത്രം ഇടും. ബ്രീഡിംഗ് സമയങ്ങളിൽ ഓരോ ഫ്യൂ വീക്സിലും മുട്ടയിടുന്നതായി കാണാം. ഇവയുടെ മുട്ടകൾ ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ 26 ഡിഗ്രി സെൽഷ്യസ് മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെ സെറ്റ് ചെയ്യണം. മുട്ടകൾ 60 മുതൽ 90 ദിവസങ്ങൾ കൊണ്ട് വിരിയും. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അടിസ്ഥാനമാക്കിയാണ് മുട്ടകൾ വിരിയുന്നത്. ബ്രീഡിംഗ് പെയേഴ്സിനെ എഗ് ഹാച്ച് ചെയ്ത ശേഷം സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. ഹാച്ച്ലിങ്സിനെ അല്ലെങ്കിൽ ബേബി ഗീക്കോയെ സ്മോൾ ടെറാറിയത്തിൽ സൂക്ഷിക്കാം. ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറുമെല്ലാം കൺട്രോളിൽ വേണമെന്ന് മാത്രം. പതിനഞ്ച് മുതൽ 20 വർഷം വരെയാണ് ക്രസ്റ്റഡ് ഗീക്കോകളുടെ ആയുസ്. ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം
ഇന്ത്യയിൽ ഇവയെ വളർത്തുന്നതിന് നിയമതടസ്സമൊന്നുമില്ല. വാങ്ങുമ്പോൾ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ക്രസ്റ്റഡ് ഗീക്കോ ബിഗിനർ പെറ്റ് ലവേഴ്സിന് ഒരു സ്മാർട്ട് ചോയ്സ് ആണ്. വളരെ കാം ആൻഡ് ലോ മെയിൻ്റനൻസ് പെറ്റാണ് ക്രസ്റ്റഡ് ഗീക്കോ. ഇവർ ശബ്ദമുണ്ടാക്കില്ല, സ്മെല്ലില്ല, വളരെ ഈസി ടു കെയർ ആനിമലാണ്. അതിനേക്കാൾ ഉപരി ഇവ വളരെ ക്യൂട്ടായ പെറ്റുകളാണ്. ഇവർക്ക് ആവശ്യമായ ഹോം, ഫുഡ്, കെയർ ആൻഡ് ലവ് നൽകിയാൽ ഇവർ നിങ്ങൾക്ക് നല്ലൊരു ക്വയറ്റ് ഫ്രണ്ട് ആയിരിക്കും, തീർച്ച. ഇനിയും ഇത്തരത്തിൽ എക്സോട്ടിക് പെറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.